നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതായിട്ടുള്ള പല കർമ്മമണ്ഡലങ്ങളിലും ക്ഷീണാവസ്ഥകളും സ്വല്പം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ കുറഞ്ഞിരുന്നു, അല്ലെങ്കിൽ കുറച്ചൊക്കെ നഷ്ടകഷ്ടങ്ങൾ ചിലർക്ക് ഉണ്ടായിരുന്നു. ഇതിനെല്ലാം അതിജീവിക്കാൻ തക്കവണ്ണം ചിലർ ഉദ്യോഗത്തിൽ തന്നെ തിരികെ കയറുവാനോ അല്ലെങ്കിൽ അപേക്ഷിക്കാനും അങ്ങനെ അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. അതല്ല, സ്വന്തമായിട്ട് വർഷങ്ങളായിട്ട് നടത്തി വരുന്ന വ്യാപാര വിപണന വിതരണ മേഖലകളാണെങ്കിൽ അതിൽ വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്താൻ തക്കവണ്ണമുള്ളൊരു നിർദ്ദേശം സ്വീകരിക്കാനും ആ ഒരു ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ ക്രോഡീകരിക്കുവാനുമുള്ളൊരവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായുള്ള രീതിയിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും. പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നവരൊക്കെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. നിഷേധാത്മകമായിട്ടുള്ള നിലപാടെല്ലാം ഒഴിവാക്കി അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നത് ഗുണകരമായി തീരും. പാരമ്പര്യ പ്രവർത്തികൾ ചെയ്തു വരുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കുവാൻ സാധ്യത കാണുന്നു. സംശയാസ്പദമായിട്ടുള്ള പല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനായിട്ട് സുതാര്യതയുള്ള പ്രവർത്തനങ്ങളും വളരെ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടിയതായുള്ള സമീപനവും വേണ്ടിവരുവാൻ യോഗം കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർബന്ധിതനാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിൽ പോലും പകർച്ചവ്യാധി പിടിപെടുവാനും 6-7 ദിവസം അവധിയെടുക്കുവാനും സാധ്യതയുണ്ട്. വ്യക്തമായുള്ള ദിശാപദ്ധതിയോടു ബന്ധപ്പെട്ടതും ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള പദ്ധതികളായതുകൊണ്ട് പണം മുതൽ മുടക്കണം, എന്നാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കുവാനും അന്തിമ നിമിഷത്തിൽ വായ്പ ലഭിക്കുവാനും സാധ്യതയുണ്ട്. യാത്രാക്ലേശം വർദ്ധിച്ചുകൊണ്ട് ജോലിയായിരുന്നു കഴിഞ്ഞൊരു വർഷമായിട്ടുണ്ടായിരുന്നത്. അതെല്ലാം ഒഴിവായി ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കിക്കൊണ്ടുള്ളൊരു ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് ഒരു പക്ഷേ ശമ്പളക്കുറവുണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും ഒരു വർഷത്തേക്ക് ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. നിയമവിരുദ്ധമായുള്ള പ്രവൃത്തികളിൽ നിന്നും യുക്തിപൂർവ്വം പെരുമാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. അപരിചിതർ നിർദ്ദേശിക്കുന്ന പ്രസ്ഥാനത്തിന് പണം മുതൽ മുടക്കി കഴിഞ്ഞാൽ നഷ്ടകഷ്ടങ്ങളുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യുക്തിപൂർവ്വം പെരുമാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. മാനസികമായിട്ടുള്ള അവസ്ഥ പല പ്രകാരത്തിലും വിപരീതമായി തീരുവാൻ ഇടവരുമെങ്കിൽ പോലും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ടും അഹോരാത്രം പ്രവർത്തിക്കാനൊരു മനസ്ഥിതി ഉള്ളതുകൊണ്ടും ഈ വിപരീതമായിട്ടുള്ള അവസ്ഥകളെല്ലാം തന്നെ നിഷ്പ്രയാസം അതിജീവിക്കുവാൻ ഇടയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്ന കടുപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യതയുണ്ട്. മഴക്കാലത്തിനെ വരവേൽക്കുവാനായിട്ട് കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. വ്യാപാര വിപണന വിതരണ മേഖലയിൽ നിന്നും സാമ്പത്തികമായുള്ള പുരോഗതി ഉണ്ടാകുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാൻ അവസരം വന്നു ചേരും. ശുഭസൂചകങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിട വരും. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ ജോലിയോടനുബന്ധമായിട്ട് അനുവർത്തിക്കാൻ സാധ്യത കാണുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കുമെങ്കിൽ പോലും ഒരു പക്ഷേ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ പോലും നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ളൊരു മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം വന്നു ചേരുന്നത് വഴി ഏത് മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷിക്കുന്ന പലർക്കും ഇനി മുതൽ ഒരു വികസിത രാഷ്ട്രത്തിലെ അല്ലെങ്കിൽ വിദേശ രാജ്യത്തിലെ ഭാഷ പഠിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിന് ചേരുവാൻ സാധ്യതയുണ്ട്. ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനും മംഗളകരമാക്കി തീർക്കുവാൻ യോഗം കാണുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിക്ക്
തൃപ്തികരമായുള്ള രീതിയിൽ വിലയ്ക്ക് വന്നു ചേരുന്നത് വഴി ഈ ഭൂമി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ യോഗം കാണുന്നു. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള കർമ്മപഥങ്ങളായതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും കൂടുതൽ പ്രയത്നം വേണ്ടി വരുവാനും പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിർത്തിവെച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നു. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ യോഗമുണ്ട്. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പലർക്കും കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തന്നെ പാഠ്യപദ്ധതികൾ പൂർത്തീകരിച്ചു എങ്കിൽ പോലും സംതൃപ്തിയുള്ളൊരു ജോലി ഈ മെയ് മാസത്തിൽ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഇതാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മെയ് മാസത്തിലെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ വിവിധോദ്ദേശത്തോടുകൂടി അവധിയെടുക്കുവാനും അതിനോടൊപ്പം തന്നെ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനും ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പോലും അതിനോടൊപ്പം നിവർത്തിക്കുവാനും യോഗമുണ്ട്. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും സത്യാവസ്ഥ മനസ്സിലാക്കി മാത്രമേ പ്രതികരിക്കാവൂ. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ വിപുലീകരണത്തിൻ്റെ പാതയിൽ പ്രവർത്തിക്കുവാനും വിദഗ്ധമായിട്ട് നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കും. ഒരു വർഷത്തിന് ശേഷം അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനൊരു തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭാവനകൾ യാഥാർത്ഥ്യമാകുവാൻ സാധ്യത കാണുന്നു. വസ്തുനിഷ്ഠമായി പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. സഹോദരങ്ങളുടെ അകമഴിഞ്ഞ ഉദാര മനോഭാവത്താൽ വസ്തുതർക്കം പരിഹരിക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. അസാധ്യം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കും. ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ തൃപ്തികരമാകും വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും. പ്രായോഗിക വിജ്ഞാനവും പ്രവൃത്തി പരിചയവും പുതിയ ജോലിയുടെ അവസരങ്ങൾക്ക് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. മക്കളോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാൻ വികസിത രാഷ്ട്രത്തിലേക്ക് യാത്രയ്ക്ക് തയ്യാറാകുവാൻ സാധ്യത കാണുന്നു. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. പലപ്പോഴും വിധിയെ കുറ്റം പറയാതെ ചിന്തിച്ച് പ്രവർത്തിക്കാനൊരു മാനസികമായിട്ടുള്ളൊരു ആർജവം സ്വയമേവ ഉണ്ടായാൽ മാത്രമേ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നിർദ്ദേശങ്ങൾ വേണ്ടപ്പെട്ടവരിൽ നിന്നും വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. നാഡീ നീർദോഷ രോഗപീഠകൾക്ക് ഇതരമായിട്ടുള്ള ആയുർവേദ പ്രകൃതി ചികിത്സകളെല്ലാം വേണ്ടി വരുവാൻ സാധ്യതയുണ്ട്. വിഷയാവതരണത്തിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നതിന് വെളിച്ചത്തിൽ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള പദ്ധതികൾ പോലും തിരിച്ചു ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ജാമ്യം നിൽക്കുന്നതിൽ നിന്നും പൂർണ്ണമായിട്ടും പിന്മാറേണ്ടതാണ്. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അബദ്ധമായി തീരും. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ വിപുലമായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാൻ യോഗം കാണുന്നുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി അനുവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും തീർന്ന പലരും ഈ ഒരു മാസം അനുകൂലമായി തീരുവാൻ യോഗമുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരു പക്ഷേ ഈ ഒരു വർഷത്തിൽ ഒടുവിൽ മത്സരരംഗങ്ങളിൽ പങ്കെടുക്കുക എന്ന സങ്കല്പത്തോടു കൂടിയായിരിക്കാം
ഇങ്ങനൊരു പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുന്നത്. പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ സാധ്യത കാണുന്നു. വിവരസാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകളൊക്കെ സാക്ഷിയാകും. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ യോഗം കാണുന്നു. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനിടയുണ്ട്. പ്രായോഗിക വശം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് യോഗയും പ്രാണായാമമൊക്കെ ശീലിക്കാൻ അവസരം വന്നു ചേരും. പൊതുവെ ഭാരതീയ സംസ്കാര ശാഖകളെപ്പറ്റി മനസ്സിലാക്കുന്നവർക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. ഗർഭിണികൾക്ക് ഈ ഒരു മാസത്തിൽ പൂർണ്ണ വിശ്രമം വേണ്ടിവരും എന്നുകൂടിയാണ് സൂചിപ്പിക്കുന്നത്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മെയ് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത്.